എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 58-ാം ഭാഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നീതു പറഞ്ഞത് സത്യമാണെന്ന് തോന്നിയെങ്കിലും നാട്ടുകാർ തിരികെ കൊടുത്ത വിഷം ലൂയിസിൻ്റെ മനസ്സിനെ പിന്നെയും കലുഷിതമാക്കിക്കൊണ്ടിരുന്നു. പിന്നെയും അവളോട് പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അവൾ ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞതുമില്ല. ലൂയിസ് കരുതിയതുപോലെ നാട്ടുകാർ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്തില്ല. അവസാനം അവൾ പപ്പയോട് പറഞ്ഞു. പപ്പയോട് വിരോധമുള്ള ആരെങ്കിലും പറഞ്ഞു പരത്തിയതായിരിക്കും ഈ കാര്യം. അതല്ലാതെ വരാൻ ഒരു സാധ്യതയുമില്ല. വിരോധമുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അറിയാവുന്നവരുമുണ്ട്, അറിയത്തില്ലാത്തവരുമുണ്ട്. തൻ്റെ വളർച്ചയെ അസൂയയോടെ കാണുന്ന ധാരാളം ആളുകളുണ്ട്. അവരാണ് ശത്രുക്കളുടെ പട്ടികയിലെ 1-ാം സ്ഥാനക്കാർ. അസൂയയ്ക്ക് മരുന്നില്ലല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കളുടെ നിര ഒരു കാലത്തും അവസാനിക്കില്ല. അവർക്ക് ശത്രുത ഉണ്ടാകുമെന്നതുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്മാറാൻ ലൂയിസും തയ്യാറല്ല. അതുകൊണ്ട് അവരെ അവഗണിക്കുക എന്നത് മാത്രമാണ് ലൂയിസ് പിന്തുടർന്നു പോരുന്ന രീതി. ഇനി രണ്ടാമത് വരുന്ന വിഭാഗം ലൂയിസിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി സമയത്ത് തിരിച്ചു കൊടുക്കാത്തവരാണ്. അവരിൽ പലരുടെയും കിടപ്പാടവും വീടും ലൂയിസ് അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വണ്ടിക്കൂലിയും കൊടുത്ത് അവരെ റോഡിലേക്ക് ഇറക്കി വിടും. അവരിൽ കുറേ പേരൊക്കെ നാട് വിട്ടു പോയിട്ടുണ്ട്. പോയവരൊക്കെ തന്നെ ലൂയിസിനെ പ്രാഗിയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ കാക്ക പ്രാഗിയാൽ പോത്തിനൊന്നും സംഭവിക്കില്ലല്ലോ എന്നതുകൊണ്ട് ലൂയിസ് അത് വകവച്ചിട്ടേയില്ല. ഇറക്കി വിട്ടവരിൽ നിന്നും കുറേ പേർ നാട്ടിൽ തന്നെ ഉണ്ട്. അവർ ഇയാൾക്കെതിരെ പറ്റും പോലെയൊക്കെ പണിയെടുക്കുന്നുമുണ്ട്. പക്ഷേ എല്ലാത്തിലും അവർക്ക് പരാജയമാണ് ഫലമെന്ന് മാത്രം. അയാളുടെ അനുയായികളുടെ പടയ്ക്കെതിരെ നേരെ ഒന്നും ചെയ്യാൻ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതികരിച്ചതായിരിക്കും. ചിലപ്പോൾ തൻ്റെ മകൾക്കെതിരെ ഇത്തരത്തിൽ ഒരു നുണപ്രചാരണം നടത്തിയേക്കാം. അതുകൊണ്ട് അവർക്കൊരു താൽക്കാലിക സമാധാനം കിട്ടിയേക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവൾ പറഞ്ഞത് ശരിയാവാനുള്ള സാധ്യതയുമുണ്ട്. ആരെയും പൂർണ്ണമായി ലൂയിസ് വിശ്വസിക്കാറില്ല, അതിപ്പോൾ തൻ്റെ മകളാണെങ്കിൽ പോലും. ഇനി ഇതിൻ്റെ ശരി വിവരമറിയാൻ എന്താണ് ചെയ്യുക എന്ന് കുറേ സമയം ലൂയിസ് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു. എന്തെങ്കിലും തരത്തിൽ അഴിയാൻ ബുദ്ധിമുട്ടുള്ള കുരുക്കുകൾ വരുമ്പോൾ ലൂയിസിൻ്റെ ഒരു തന്ത്രമാണത്. തീർത്തും ഒറ്റയ്ക്കിരുന്ന് കുറേ സമയം ചിന്തയിൽ മുഴുകും. അപ്പോൾ അയാൾക്ക് മിക്കവാറും ഒരു പരിഹാരം കൺമുന്നിൽ തെളിഞ്ഞു വരാറുണ്ട്. അതുപോലെ ഇന്നും ഒരു പരിഹാരം തെളിഞ്ഞു വരും എന്ന പ്രതീക്ഷയിൽ അയാൾ ഒറ്റയ്ക്കിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നിയ പ്രതിവിധിയാണ് പള്ളിയിലേക്ക് പോവുക എന്നത്. എന്നിട്ട് നേരിട്ട് കിച്ചുവിനോട് ചോദിക്കുക, അതും അച്ഛൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ. അപ്പോൾ അവൻ്റെ അഭിപ്രായം അറിയാമല്ലോ. ഇവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ ഞെട്ടും. അങ്ങനെയാണെങ്കിൽ അവനെ വിശ്വസിക്കുകയും ചെയ്യാം. ലൂയിസ് അപ്പോൾ തന്നെ വീട്ടിൽ വിവരം പറഞ്ഞിട്ട് പള്ളിമുറിയിലേക്ക് ചെന്നു. ലൂയിസ് ചെല്ലുമ്പോൾ അച്ഛൻ അല്പം തിരക്കിലായിരുന്നു. കൈക്കാരന്മാരും അച്ഛനും കൂടിയുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇരിക്കാൻ അച്ഛൻ ലൂയിസിനോട് പറഞ്ഞു. അയാൾക്ക് പോയിട്ട് പ്രത്യേക തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായി തോന്നിയതേയില്ല. അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ പരിഹരിക്കാതെ കിടക്കുന്നത്. പിന്നെയല്ലേ 10 മിനിറ്റ്. അവിടെ കിടന്ന ഒരു പത്രവും എടുത്ത് വായിച്ചുകൊണ്ട് അയാൾ അച്ഛനെയും കാത്തിരുന്നു. അച്ഛൻ പറഞ്ഞ സമയത്തിന് യാതൊരു തെറ്റും വന്നില്ല. അച്ഛൻ്റെ സമയനിഷ്ഠ അപാരമാണ് കേട്ടോ. കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നെത്തി. ഞങ്ങൾ കൈക്കാരന്മാരും ഞാനും കൂടി ഓരോ ആഴ്ചയുടെ അവസാനവും ഒരു മീറ്റിംഗ് കൂടാറുള്ളതാണ്. ആഴ്ചയിൽ ചെയ്ത കാര്യങ്ങളും വരുന്ന ആഴ്ചയിൽ ചെയ്യാനുള്ള കാര്യങ്ങളും
ഒന്ന് വിലയിരുത്തും. പിന്നെ നാട്ടിലാർക്കെങ്കിലും അത്യാവശ്യമായ സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആ കാര്യവും എല്ലാം ചർച്ച ചെയ്യും. ഇവരൊക്കെ ഇങ്ങനെ സഹായം ചെയ്യുന്നതുകൊണ്ട് തന്നെ തൻ്റെ ബിസിനസ്സിന് കുറച്ച് തട്ടുകേട് വരുന്നുണ്ട്. എന്നാലും അത് പ്രത്യക്ഷത്തിൽ അച്ഛനോട് പറയത്തുമില്ല. അച്ഛൻ കൊടുക്കുന്നത് കൊടുക്കട്ടെ, തനിക്കുള്ളത് തനിക്കും പള്ളിക്കുള്ളത് പള്ളിക്കുമായി പോകും. എല്ലാം ചർച്ച ചെയ്ത് തീർന്നിട്ടാണോ അതോ എന്നെ ഇവിടെ കാത്തിരുത്തിച്ച് വിഷമിപ്പിക്കണ്ടല്ല എന്ന് കരുതിയാണോ നേരത്തെ കാര്യങ്ങൾ തീർക്കാതെ തന്നെ തിരിച്ചുവിടുകയാണോ ചെയ്തത്? ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്നോളാം. പറഞ്ഞു തീർന്നില്ലെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെ പറഞ്ഞേൽപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം തീരാറായപ്പോഴാണ് ലൂയിസ് വന്നത്. ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞ് അതിൻ്റെ തീരുമാനവും പറഞ്ഞ് അവരെ വിടുകയും ചെയ്തു. അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട. വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. വെറുതെ ഇങ്ങോട്ട് വരാറില്ലാത്ത ആളായതുകൊണ്ടാണ്. എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായ കാര്യമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. വെറുതെ പള്ളിമുറിയിലേക്ക് വരികയോ അച്ഛനെ കാണുകയോ വർത്തമാനം പറഞ്ഞിരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ലൂയിസിന് ഇല്ലേയില്ല. ആ സമയത്ത് എന്തെങ്കിലും 10 പൈസയ്ക്കുള്ള ഇടപാട് ചെയ്താൽ അതാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്നതാണ് അയാളുടെ തത്വശാസ്ത്രം. അല്ലാതെ അച്ഛനോട് വിരോധമുണ്ടായിട്ടും സ്നേഹമുണ്ടായിട്ടുമല്ല. ഒരു കാര്യമുണ്ടായിരുന്നു അച്ഛാ. അതിപ്പോൾ 1-2 ദിവസമായി എന്നെ ആകെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു തീരുമാനം അറിയണമെങ്കിൽ അച്ഛൻ്റെ കൂടി സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ പള്ളിമുറിയിലേക്ക് തന്നെ വന്നത്. ലൂയിസ് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരം അല്പം പോലും വിടുകയോ അല്പം പോലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ അച്ഛനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അച്ഛനും ഇത് മുൻപ് കേട്ടിരുന്നു. അച്ഛനോട് പറഞ്ഞത് ഏഷണികളുടെ രാജാവായ ഒരാളാണ്. അതുകൊണ്ട് മാത്രം അച്ഛൻ അതിനെ ഏഷണികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തള്ളിക്കളയുകയും ചെയ്തു. ലൂയിസും കൂടി ആ കാര്യം പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്ന ഒരു ചെറിയ സംശയം അച്ഛൻ്റെയും മനസ്സിൽ തോന്നി. കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതാണ്. അവൻ എന്നോട് പറയാറുള്ള കാര്യങ്ങളിൽ ചെറുതും വലുതും എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ ഇല്ലേയില്ല. എത്ര ചെറിയ കാര്യങ്ങൾ പോലും അവൻ എന്നോട് പറയാറുള്ളതാണ്. ഇങ്ങനെ ഒരു തോന്നലുണ്ടായെങ്കിൽ അതും പറയേണ്ടതായിരുന്നു. ചിലപ്പോൾ ഈ കാര്യം വരുമ്പോൾ പലരും അല്പം പിന്നോക്കം നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. മറ്റേത് കാര്യം പോലെയുമല്ല അച്ചോ ഇത്. ഈ ഒരു കാര്യം വരുമ്പോൾ ഏത് കുട്ടികളും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിൽ പോലും മറച്ചു വയ്ക്കും. അവർ പിന്നീട് പറഞ്ഞാൽ തന്നെ അവരുടെ സമപ്രായക്കാരായ സുഹൃത്തുക്കളോട് മാത്രമേ പറയൂ. നമ്മൾ രണ്ടുപേരും കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം സമപ്രായക്കാരല്ലല്ലോ. അതുകൊണ്ട് അവൻ പറയാനും സാധ്യതയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ ഈ കാര്യം വിശ്വസിക്കുകയുള്ളൂ. ആൾ അവനായതുകൊണ്ടാണ്. എനിക്കവനെ അത്രയേറെ വിശ്വാസമാണ്. ചോദിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ വരും. എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചിരുന്നു. അതുകൊണ്ട് അല്പം മടിയോടെയാണ് അവൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നത്. ലൂയിസ് മുതലാളിയും അവിടെ ഇരിപ്പുണ്ടല്ലോ. അച്ഛന് തന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ സാധാരണ ഒറ്റയ്ക്കാണ് ചോദിക്കുക. ഇന്നിപ്പോൾ എന്തു പറ്റിയാവോ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ ചോദിക്കുന്നത്? യാതൊരു വളച്ചുകെട്ടുമില്ലാതെ നടന്ന സംഭവങ്ങളും ലൂയിസ് വന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അച്ഛൻ കിച്ചുവിനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കിച്ചു ഞെട്ടിപ്പോയി. അന്നവളെ ഇടിക്കാൻ പോയി എന്നത് ശരിയാണ്. അവൾ പറഞ്ഞതുപോലെ അതറിയാതെ സംഭവിച്ചതുമാണ്. അതിന് മാപ്പ് പറയുകയും ചെയ്തതാണ്. അതിനുശേഷം 1 തവണയോ 2 തവണയോ തന്നോട് വന്ന് നീതു സംസാരിച്ചിട്ടുണ്ട്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പള്ളിമുറിയിൽ നിന്ന് തന്നെ കണ്ട് സംസാരിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രം സംസാരിച്ചു. അതിൽ കൂടുതലായി ഒന്നുമില്ല എന്ന കാര്യം വളരെ കൃത്യമായി കിച്ചു അച്ഛനോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മനസ്സറിവുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമാവുന്നില്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നു.
അൾത്താരയുടെ മുന്നിൽ വെച്ച് ഞാൻ സത്യം ചെയ്തു പറയാം, അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് നീതുവിനോട് തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. കൂടെ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ആ വകയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇനി അതും പാടില്ലെങ്കിൽ അതും പറഞ്ഞേക്ക്, ഞാൻ സംസാരിക്കുന്നുമില്ല. അവൻ്റെ സംസാരത്തിൽ ലൂയിസാണ് ആകപ്പാടെ അന്താളിച്ചു പോയത്. തീർത്തും നിർമ്മലമായ മനസ്സോടുകൂടി സംസാരിക്കുന്ന ആ ചെറുക്കനെ ലൂയിസ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരൻ. തൻ്റെ മകളുടെ വാക്കുകളെ സംശയിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. സാരമില്ല, ഇനി വന്നത് വന്നു, ചെയ്തത് ചെയ്യുകയും ചെയ്തു. സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ മുഖം തന്നെ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. യാതൊരു കളങ്കവുമില്ലാത്ത മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി. നിങ്ങളെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇന്നോളം ഞാൻ അങ്ങനെ ആരോടും മാപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കിച്ചു കാരണം ലൂയിസിന് മനസ്സിന് വിഷമമുണ്ടായെങ്കിൽ അവനോടും ക്ഷമിക്കുക. സംശയങ്ങൾ തീർന്ന് സന്തുഷ്ടമായ മനസ്സോടെയാണ് ലൂയിസ് പള്ളിമുറിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത്. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കുകയില്ല എന്നെനിക്കറിയാം. അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കേ.